ഇവിടെ നിലപാടുള്ള രാഷ്ട്രീയക്കാരൻ സ്വരാജാണ്. സ്വരാജ് ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ നിലമ്പൂരിന് വേണ്ടി എല്ലാ നിലപാടെടുത്ത് വാര്യംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ കുറിച്ച് വ്യക്തമായ നിലപാടെടുക്കുന്നത് എപ്പോഴാണ്? അദ്ദേഹം തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന മുസ്ലിം വോട്ട് വളരെ നാമമാത്രമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് അവിടെ പിന്നീട് പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിലപാട് പറഞ്ഞ ആളാണ്. നിലപാടുണ്ട്. നിലപാടെന്ന് പറയുമ്പോൾ എന്താണ് മാസപ്പടി കേസിൽ അദ്ദേഹത്തിന്റെ നിലപാടെന്താ? വീണ വിജയൻ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന മാസപ്പടി കേസിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തിന് നിലപാടുണ്ടോ? മലപ്പുറത്തെ അപമാനിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നിലമ്പൂർകാരനെ അദ്ദേഹത്തിന് ശ്രീ പിണറായി വിജയൻ ചെയ്തത് ശരിയായില്ല എന്ന് പറയാനുള്ള നിലപാടുണ്ടോ? പിണറായി വിജയൻ കൊടുത്ത ഹിന്ദു പത്രത്തിൽ കൊടുത്ത ഇന്റർവ്യൂ അദ്ദേഹം കൊടുത്തതല്ലെങ്കിൽ ഹിന്ദു പത്രത്തിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറയാനുള്ള നിലപാട് അദ്ദേഹത്തിനുണ്ടോ? വടകരയിൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന്റെ മതത്തിന്റെ പേര് പറഞ്ഞ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് പറയാനുള്ള നിലപാട് അദ്ദേഹത്തിനുണ്ടോ? ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ, കമ്മ്യൂണിസ്റ്റുകാരനെ 51 വെട്ടുവെട്ടിക്കൊല്ലുന്ന നരാധമന്മാരായ പ്രതികൾക്ക് 1000-ൽ പരം ദിവസം പരോളുകൾ കൊടുക്കുമ്പോൾ ആ ക്രൂരന്മാരായ കൊലയാളികൾ ഈ നാട്ടിൽ വിഹരിക്കുമ്പോൾ ഇവരെ ജയിലിലടക്കണമെന്ന് പറയാനുള്ള നിലപാട് ഈ നിലപാടുകാരനുണ്ടോ? ഞാൻ ആക്ഷേപിക്കുന്നതല്ല. നിലപാട് എന്നത് സ്വന്തം പാർട്ടിയെ ന്യായീകരിക്കുന്നതിനപ്പുറത്ത് മനസാക്ഷിക്കനുസരിച്ച് മാനവികതയ്ക്ക് വേണ്ടി നിലപാടെടുക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു.